എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം എല്ലാവർക്കും, എല്ലാവരും സുഖമായിട്ടിരിക്കും. ഒരു മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു മോർണിംഗ് കുക്കിംഗ് വ്ളോഗ്, ഒരു ടിഫിൻ പാക്കിംഗ് വ്ളോഗ് എന്നൊക്കെ പറയാം. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റിന് നമ്മൾ ചോറാണ് കേട്ടോ വെക്കുന്നത്. അത് ആദ്യം വെച്ച് അടുപ്പത്ത് അങ്ങ് കയറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ പണിയും വേഗം അങ്ങ് ആയിക്കോളും. അപ്പം ഇതുപോലെ ലഞ്ചൊക്കെ ഉണ്ടാക്കുന്നവർ ആദ്യം ഒന്ന് ചോറ് വെച്ചോളൂ, അതായിരിക്കും ബെസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് വല്ല റോസരിയൊക്കെ ആണെങ്കിൽ തലേന്നേ വേവിച്ച് വെച്ചോളൂ, ഒന്നും ആവില്ല. തലേന്ന് രാത്രി ഒന്ന് വേവിക്കാനല്ല, ഒന്ന് തിളപ്പിച്ചിട്ട് അടച്ച് വെച്ചാൽ മതി. എനിക്കൊരു കുഴപ്പം തോന്നിയിട്ടില്ല, പ്രത്യേകിച്ച് ഞാൻ ഒരു ചോറ് ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ചോറ് എങ്ങനെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കുറച്ച് കറികൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈസി റെസിപ്പീസാണ് ഇന്ന് ഫുൾ ഉണ്ടാക്കുന്നത്. കാരണം രാവിലെ ഓഫീസിൽ പോകുന്നവർക്കെല്ലാം ഏറ്റവും ഈസി റെസിപ്പീസ് ആക്കണം എന്നാണല്ലോ. അപ്പോൾ ഒരു മോര് കറിയാണ്. അത് തന്നെ കടുക് വറുത്തിട്ട് ലേശം ഉലുവ മസ്റ്റാണ് മോര് കറിക്ക്, അത് ഇടുക. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇത് മൂന്നും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് പൂട്ടി വെച്ചാൽ മാത്രം മതി. സ്ലോ ഫ്ലെയിമിൽ അത് നല്ലോണം വെന്തിട്ട് അടായിക്കോളും. ആ വെന്തപ്പാടന്നെ അതായത് ഉള്ളി ഇതൊക്കെ നന്നായിട്ട് വഴഞ്ഞ പാടന്നെ നമുക്ക് നമ്മുടെ തൈര് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ തേങ്ങ അരച്ചിട്ടും ആഡ് ചെയ്യാം, പക്ഷേ ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. തൈര് മാത്രം, ജസ്റ്റ് തൈര് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. വലിയ പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്തോളൂ, എന്നാലും കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് പുളിയായ നമുക്കങ്ങ് തേങ്ങയും കൂടെ ആഡ് ചെയ്യണം തോന്നിപ്പോകും കേട്ടോ. അപ്പോൾ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതായത് മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ചീര കേട്ടോ. ചീര നമ്മൾ തലേന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ഫ്രഷ് ഒന്നുമല്ല കേട്ടോ, അത്യാവശ്യം രാവിലെ പറിച്ചതായിരിക്കും. നമ്മൾ വൈകുന്നേരം ഓഫീസൊക്കെ വിട്ട് വരുമ്പോൾ അല്ലേ വാങ്ങുന്നത്. നന്നായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു, എന്നാലും വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഉഷാറാക്കി എടുത്തിട്ടുണ്ട് ചീരേനെ. അപ്പോൾ ചീരേൻ്റെ ഇലയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ പുഴുവൊക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞ്. പിന്നെ വേരൊക്കെ മുറിച്ച് കളഞ്ഞു. വലിയ വേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു വേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം മുറിച്ച് ഞാൻ തലേന്ന് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. രാവിലെ ഈ തറിക്കൽ അതൊക്കെ എനിക്ക് ഇച്ചിരി പണി കൂടുതലായി തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ തലേന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നമുക്ക് രാവിലെ നമുക്ക് ഏകദേശം ഒരു 1 അവർ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ആയി കിട്ടും. നമുക്ക് ഒരുപാട് ഡിഷും വേണമെങ്കിൽ ആക്കാൻ പറ്റും. അതാണ് ഈ തലേന്ന് ഇതുപോലത്തെ കാര്യങ്ങൾ, ഈസി കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാലുള്ള ഗുണം എനിക്ക് തോന്നിയത്. പിന്നെ ചീര ഞാൻ മുറിക്കുമ്പോൾ എപ്പോഴും കൈയാണ് യൂസ് ചെയ്യാറ്. എനിക്ക് വേറൊരു മെത്തേഡൊന്നും എനിക്ക് ചീര മുറിക്കുന്നതിൽ അറിയില്ല. ചിലവർ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് അതൊക്കെ മുറിക്കുന്നതാണ്. പക്ഷെ എനിക്ക് പണ്ടേയുള്ള ശീലം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ അങ്ങ് ശീലിച്ചു. മുറിക്കാൻ ഇച്ചിരി പാടായിരുന്നു, കാരണം കുറേ നാളായി ചീര മുറിച്ചിട്ട്. കുറേ നാളായെന്ന് വെച്ചാൽ എറണാകുളത്ത് എത്തിയ ശേഷം, ഇപ്പം നമ്മൾ എറണാകുളത്ത് ഞാൻ ഇങ്ങോട്ട് മാറിയിട്ട് തന്നെ ഏകദേശം 1 കൊല്ലം ആവാൻ പോകുന്നു. ഈ മെയ് ആകുമ്പോഴത്തേക്ക് 1 കൊല്ലം ആവുന്നു. അപ്പം ഇത്രയും നാൾ ഇവിടെ വന്നിട്ടും കൂടെ ചീര വാങ്ങിയിട്ടും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം കുറേ നാൾ മുറിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായി. പിന്നെ ചീര അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കയ്യിൽ വല്ലാണ്ട് ഒതുങ്ങിപ്പോയ പോലെയും തോന്നിയിട്ടുണ്ടായിരുന്നു. മുറിക്കാൻ ഇച്ചിരി പാടായിരുന്നു, പക്ഷെ വേഗം തന്നെ അങ്ങ് മുറിച്ച് കിട്ടി. ഇങ്ങനെ മുറിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നല്ലൊരു വറവായിട്ട് നമുക്ക് കിട്ടും ചീര. നല്ല ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. മറ്റേതാകുമ്പോൾ വലിയ പീസസ് ആകുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. അപ്പോൾ തലേന്ന് അത് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി നമ്മൾ ചീര ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. വലിയ പണിയൊന്നുമില്ല, അതും ഈസി റെസിപ്പിയാണ്. ഒരു കടായി പോലത്തെ ഇത് വെക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഉള്ളിയും സവാളയും നാളെ പച്ചമുളകും കൂടി ഇതുപോലെ അരിഞ്ഞിട്ടിട്ട് ചീരയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കുക. അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ ചീര നന്നായിട്ട് ഇതുപോലെ വാടി വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഉപ്പും ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും. പിന്നെ തേങ്ങയിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മഞ്ഞൾപ്പൊടി ആദ്യം വേണമെങ്കിൽ ചേർക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയും ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മാത്രം മതി. ഈസി ആയിട്ട് നമ്മൾ നമ്മൾ ചീര വേഗം ആയിക്കോളും. പിന്നെ ഒരു ചീരയിൽ എനിക്കൊരു മെയിനായിട്ടൊരു തോന്നിയത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചേർത്ത് നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ആയിരിക്കും ചീരയിൽ, നല്ല രസം ഉണ്ടാവും. അപ്പം അത് മറക്കാണ്ട് എല്ലാവരും ചേർക്കുക. അത് ഞാൻ മറന്നുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. എന്നെ നമുക്ക് കടുക് വറുക്കുമ്പോൾ തന്നെ ചേർത്താൽ മതി. ചീന റെസിപ്പി അവിടെ റെഡി ആയിട്ടുണ്ട്. അതും അവിടെ എത്ര പെട്ടെന്നായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് ഗോതമ്പ് ദോശ ആക്കിയത്. ഗോതമ്പ് ദോശ ഇടയ്ക്ക് ഇങ്ങനെ ഗോതമ്പ് ദോശയൊക്കെ ആക്കാറുണ്ട്. മിക്കപ്പോഴും ഇപ്പം ഗോതമ്പ് ദോശ ഇടയ്ക്കല്ല, മിക്കപ്പോഴും ഇപ്പം ഗോതമ്പ് ദോശ ആയി വരുന്നുണ്ട്. എളുപ്പപ്പണിയും കൂടിയാണ്. പിന്നെ കറി ഇന്നലെ ആക്കിയ ഓൾറെഡി കടലക്കറി ഉള്ളതുകൊണ്ടാണ് രാവിലെ ഗോതമ്പ് ദോശയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടത്. പിന്നെ അരി ഇടാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോഴാണ് ചോറില്ല എന്ന് ആലോചിച്ചത്. ചോറ് രാവിലെ വെക്കുന്നതേ ഉള്ളൂ. ചോറ് കറക്റ്റായിട്ടാട്ടോ വെക്കാറ്, എനിക്കും ഏട്ടനും കൂടെ. അപ്പം ഗോതമ്പ് ദോശ അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട
മുട്ട ഇല്ലാണ്ട് എന്ത് ചോറ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കേ കഴിക്കുന്നുള്ളൂ കേട്ടോ, എപ്പോഴൊന്നുമില്ല കേട്ടോ. അപ്പം ഇതുപോലെ ഒരു ഓംലേറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ടാക്കുകയോ ചെയ്തത് കേട്ടോ. ഞാൻ വിചാരിച്ച് അടച്ച് വെച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും കിട്ടുന്നതാണ്. എപ്പോഴും കിട്ടുന്നവരെ മറിച്ചിടാൻ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു 2 മിനിറ്റ് മൂടി വെച്ച് ഇതുപോലെ ആവിയൊക്കെ വന്ന് കുക്കായിട്ടുണ്ടാവും സിമ്മിലിട്ടിട്ട്. പക്ഷേ ഈ പ്രാവശ്യം എന്താ പറ്റിയ അറിയില്ല, വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും അമ്മടി പറ്റുന്ന പോലെ ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മറിച്ചിടാൻ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായിട്ട് പൊട്ടിച്ചിട്ട് തന്നെയല്ലേ എനിക്ക് വേട്ടനെ എടുക്കേണ്ടത്, അതുകൊണ്ട് പൊട്ടിച്ചിട്ട് തന്നെ മറിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് അതുപോലെ അങ്ങ് മറിച്ചിട്ടു. അപ്പം നമ്മൾ മുട്ട ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത്ര സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു ചമ്മന്തി ഉണ്ട്, അത് ഓൾറെഡി ഞാൻ ആക്കി വെച്ചുകൊണ്ട്, അതായത് ഇന്നലെ ആക്കി വെച്ചുകൊണ്ട് അത് കാണിക്കുന്നില്ല. ഒരു ചെമ്മീൻ ചമ്മന്തി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ടിഫിൻ എടുത്തു, ചോറിട്ടു. ചോറ് നമ്മളിപ്പോൾ കുത്തിരി ചോറ് മാത്രമേ വെക്കാറുള്ളൂ. ഒന്നാമത് ചൂടായതുകൊണ്ട് ചോറ് വേഗം മോശമാവുന്നൊരു ഇതാവുന്നതുകൊണ്ട് ഈ കുത്തിരി ചോറാകുമ്പോൾ അങ്ങനെ വേഗം മോശമാവുമൊന്നുമില്ല. അതുകൊണ്ട് അതാണ് ഇപ്പം ആക്കുന്നത്. ഇവിടെ ഇതിനെന്താ റോസരി, നമ്മളിവിടെ റോസരി എന്ന് തന്നെയാണ് പറയാറ്. അങ്ങനെ നമ്മളെ മോരുകറി, ചീരവറവ്, ഇതാ നമ്മൾ ചെമ്മീൻ ചമ്മന്തി, ഉണക്ക് ചെമ്മീൻ ചമ്മന്തി കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മുട്ട, ആ പകുതി ആയ മുട്ട തന്നെ അഗേട്ടന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും വെച്ച് ജസ്റ്റ് ഇതൊന്നും ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് സെറ്റ് ചെയ്യുമ്പോഴാണ് അഗേട്ടൻ വന്നിട്ട് പറഞ്ഞത്, അയ്യോ കൊണ്ടാട്ടം ആക്കിയില്ലേന്ന്. അഗേട്ടന് കൊണ്ടാട്ടം ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. എനിക്ക് നേരെ ഓപ്പോസിറ്റ്, എനിക്ക് അങ്ങനെ കൊണ്ടാട്ടത്തിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. വേഗം പോയി അതും കൂടെ ആക്കി. അപ്പം നമ്മൾ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.